136 സങ്കീർത്തനത്തിൽ സൃഷ്ടി മുതൽ ഇന്നിയോളം ദൈവം തൻ്റെ ജനത്തിന് നൽകിയ നന്മകളെ ഓർത്ത് വീണ്ടും വീണ്ടും ദൈവത്തെ പുകഴ്ത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ദൈവം ചില കാര്യങ്ങളിൽ മാത്രമല്ല നല്ലവനായിട്ടിരിക്കുന്നത്. അവൻ്റെ നന്മ എന്നേക്കുമുള്ളതിനാൽ ദൈവത്തിൻ്റെ ദൈവം എന്നേക്കുമുള്ളതാണ്. ജീവിതത്തിൽ നേരിടുന്ന വിപരീത അനുഭവങ്ങളിൽ ദൈവത്തെ ദർശിക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ നമുക്കുണ്ടാകുന്നു. അപ്പോഴാണ് ദൈവം നല്ലവനാണെന്ന് ഏറ്റവും മാധുര്യത്തോടെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് അനവധി മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിനകത്തൂടെയും യൂട്യൂബ് ചാനലിലൂടെയും മറ്റ് മീഡിയയിലൂടെയൊക്കെ ഞങ്ങളെ കാണുന്ന, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഏവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക. ഇന്ന് ആദ്യമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നിശ്ചയമായിട്ടും സ്വർഗസ്ഥനായ ദൈവം നിങ്ങളോട് ഹൃദ്യമായിട്ട് ഇടപെടാനായിട്ട് പോകുകയാണ്, സംസാരിക്കാനായിട്ട് പോകുകയാണ്. 28 മിനിറ്റ് എനിക്ക് നൽകി തരിക. നിങ്ങളോട് അറിയിക്കാനുള്ള ദൈവത്തിൻ്റെ ആലോചന നിങ്ങളിലേക്ക് ഞങ്ങൾ കൈമാറാനായിട്ട് പോകുകയാണ്. വളരെ പ്രാർത്ഥന ആവശ്യമാണ്. പ്രാർത്ഥനയോടുകൂടെ മാത്രമേ ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഒരു പ്രോഗ്രാം നിങ്ങൾ അനുഭവിക്കുന്ന പോലെ മാത്രമേ നിങ്ങൾക്ക് അനുഭവമായി മാറുകയുള്ളൂ. വളരെ പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷയുടെ ഭാഗവാക്കായി മാറുക. ഇന്ന് UK-യിലായിരിക്കുന്ന ഒരു പ്രിയ ഭവനത്തെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ്. പ്രത്യേകിച്ച് UK-യിലായിരിക്കുന്ന ഷെറി സിസ്റ്ററേയും കുടുംബത്തെയും ഒക്കെ നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുന്നു. ഈ കുടുംബത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിനങ്ങളിൽ തുടങ്ങി വയ്ക്കുന്ന ബിസിനസ് യേശു കർത്താവിൻ്റെ നാമത്തിൽ വലിയ വളർച്ചയിലേക്ക് വരേണ്ടതിന് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കുടുംബമായിട്ട് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഉയർച്ചകൾ, നന്മകൾ എല്ലാം ഉണ്ടായി വരട്ടെ, അഭിവൃദ്ധി ഉണ്ടാകട്ടെ, സമൃദ്ധിയുടെ അനുഭവങ്ങൾ ഈ കുടുംബത്തിൽ വാഴട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 2025 മുഴുവൻ ദൈവത്തിൻ്റെ പ്രീതി ഉണ്ടായി വരട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ കുടുംബത്തെ നോക്കി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്നോടൊപ്പം എല്ലാവരും കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് ഈ ഭവനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ പരസ്പരം കണ്ടിട്ടില്ലാത്ത കുടുംബത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഈ അവസരത്തിൽ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ ഫേവർ നിങ്ങളുടെ മേലും വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് UK-യിലായിരിക്കുന്ന ഷെറി സിസ്റ്ററേയും കുടുംബത്തെയും നന്ദിയോടെ ഓർക്കുകയാണ്. ഈ ദിനങ്ങളിൽ തുടങ്ങി വയ്ക്കാൻ പോകുന്ന ബിസിനസ്സിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ വിശാലത ഉണ്ടാകട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു കർത്താവിൻ്റെ നാമത്തിൽ വളർച്ച ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് പ്രിയ ഭവനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഉയർച്ചകൾ ഉണ്ടാകട്ടെ, നന്മകൾ ഉണ്ടാകട്ടെ, അഭിവൃദ്ധി ഉണ്ടാകട്ടെ, സമൃദ്ധിയുടെ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഈ കുടുംബത്തിൽ വാഴട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. 2025 മുതൽ ദൈവത്തിൻ്റെ പ്രീതി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ UK-യിലായിരിക്കുന്ന പ്രിയ കുടുംബത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോകുകയാണ്. വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടുകൂടെ ഏവരെയും ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, നിങ്ങളുടെ നടുവിൽ ഓടിയെത്താൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ സന്ദേശത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങൾ ചാരമായി പോയിട്ടുണ്ടോ? പേനയും നോട്ട്ബുക്കും എടുത്തുകൊണ്ട് വന്നാട്ടെ. ഞാൻ പറയാൻ പോകുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തി വയ്ക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇത് പ്രയോജനകരമായി മാറുമെന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ്. ഞങ്ങളുടെ ഈ ശുശ്രൂഷയിൽ ദീർഘവർഷങ്ങളായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പലരും പ്രധാനപ്പെട്ട പോയിന്റുകൾ എഴുതി വയ്ക്കുകയും ആ നിലയിൽ അവർ മുൻപോട്ട് അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നത് കാണാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. നിശ്ചയമായിട്ടും നിങ്ങളിന്ന് എഴുതി വയ്ക്കുന്ന പോയിന്റുകൾ നിങ്ങൾക്ക് വളരെ വളരെ അനുഗ്രഹമായി മാറും.
ഞാൻ ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചാട്ടെ. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. പിന്നെ യഹോവ മോശയോടും അഹരോനോടും അടുപ്പിലെ വെണ്ണീർ കൈ നിറച്ചു വാരുവീൻ. മോശ അത് ഫറവോന്റെ മുമ്പാകെ ആകാശത്തേക്ക് വിതറട്ടെ. പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. ചില അത്ഭുതങ്ങൾ മോശ ഒറ്റയ്ക്ക് ചെയ്യുന്നു. ഒറ്റയ്ക്ക് മോശ പല അത്ഭുതങ്ങളും ചെയ്തിട്ടുണ്ട്. ചിലത് മോശയും അഹരോനും കൂടി ചെയ്യാനായിട്ടുള്ളതാണ്. രണ്ടുപേര് ചേർന്ന് ചെയ്യാനായിട്ടുള്ള അത്ഭുതങ്ങൾ മോശയും അഹരോനും കൂടെയാണ് ചില അത്ഭുതങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ രണ്ടുപേരും കൂടി ചാരം വാരണം. അങ്ങനെ മോശ ആകാശത്തേക്ക് വിതറണം. ഏതെങ്കിലും ലീഡേഴ്സ് ഇത് ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാമെന്ന് ഞാൻ അറിയിക്കുകയാണ്. ലോകത്തിന്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളൊരു ലീഡർ ആകുന്നെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ വളരെ ശ്രദ്ധിക്കുക. പ്രധാന ലീഡർ ചെയ്യാനുള്ളത് അവരവർ ചെയ്യേണ്ടതാണ്. നിങ്ങളൊരു ലീഡർ ആകുന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. ചില ലീഡേഴ്സ് ചുമതലകൾ ഏൽക്കാനായിട്ട് മടിയുള്ളവരാണ്. എന്നാൽ സ്റ്റേജിൽ മുഖ്യസ്ഥാനം വേണമെന്ന് ആഗ്രഹിക്കുന്നു. അവർക്ക് റിസ്ക് എടുക്കാനായിട്ട് താല്പര്യമില്ല. ചില മോശമാർ അഹരോനെ മാറ്റി നിർത്തിയിട്ട് മകനെ പിടിച്ച് നിർത്തുകയാണ് ശുശ്രൂഷ വേദികളിൽ. ദൈവം പറയുന്ന പോലെ ആണ് ചെയ്യേണ്ടത്. ദൈവം എന്താണോ നിങ്ങളോട് അരുളി ചെയ്തത് അതിനൊത്തവണ്ണം വേണം നിങ്ങൾ മുന്നോട്ട് യാത്ര ചെയ്യാൻ. ചാരം വാരണം. കത്തി തീർന്നത്, ഇല്ലാതെ പോയത്, വെണ്ണീറായി മാറിയത് വാരിയെടുക്കുക. എന്താണ് വെണ്ണീർ? വെന്തു ചാരമായത്, അതാണ് വെണ്ണീർ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഏതെങ്കിലും പദ്ധതി, നിങ്ങളുടെ ഏതെങ്കിലും സ്വപ്നങ്ങൾ, നിങ്ങളുടെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ, നിങ്ങളുടെ എന്തെങ്കിലും ആശ, നിങ്ങളുടെ എന്തെങ്കിലും ചിന്തകൾ, നിങ്ങളുടെ എന്തെങ്കിലും പ്രതീക്ഷകൾ വെന്ത് ചാരമായി പോയിട്ടുണ്ടോ? ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും ജീവിതത്തിൽ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പദ്ധതികളും ആശകളും ചിന്തകളെല്ലാം ചാരമായി പോയിട്ടുള്ളതാണ്. ഒരു ആശയ്ക്ക് വകയില്ലാത്ത അവസ്ഥയിലാണോ നിങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്നത്? സാരമില്ല, ആ ചാരം വാരിയെടുക്കണം, എന്നിട്ട് മുകളിലേക്ക് വിതറണം, ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കണം. ആ ചാരത്തിൽ നിന്ന് ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാനുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 3:16-19 വരെയുള്ള വേദഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവി. 17-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. നിങ്ങൾ കാറ്റു കാണുകയില്ല, മഴയും കാണുകയില്ല, എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഇനി 18-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. ഇത് പോരാ എന്ന് യഹോവയ്ക്ക് തോന്നിയിട്ട് അവൻ മോവാബിനെയും നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. ഇനി 19-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. നിങ്ങൾ ഉറപ്പുള്ള പട്ടണങ്ങളും ശ്രേഷ്ഠ നഗരങ്ങളുമെല്ലാം ജയിച്ചടക്കുകയും നല്ല വൃക്ഷങ്ങളെല്ലാം മുറിക്കുകയും നീരുറവുകൾ എല്ലാം അടച്ചു കളയുകയും നല്ല നിലങ്ങളെല്ലാം കല്ലുവാരിയിട്ട് ചീത്ത ആക്കുകയും ചെയ്യും. നീ അടിക്കുന്നത് 2-3 പ്രാവശ്യമായി പോകരുത്, കുറഞ്ഞു പോകരുത്. ധാരാളം ആവർത്തി അടിക്കുക, ധാരാളം ആവർത്തി ദർശനങ്ങൾ കാണുക, ധാരാളം ആവർത്തി സ്വപ്നങ്ങൾ കാണുക, ധാരാളം ആവർത്തി പദ്ധതികളുമായിട്ട് മുൻപോട്ട് വരിക. ഒരിക്കൽ അത് യാഥാർത്ഥ്യമായി തീരുമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ആലോചനയായിട്ട് അറിയിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 9:8. പിന്നെ യഹോവ മോശയോടും അഹരോനോടും അടുപ്പിലെ വെണ്ണീർ കൈ നിറച്ചു വാരുവീൻ. മോശ അത് ഫറവോന്റെ മുൻപാകെ ആകാശത്തേക്ക് വിതറട്ടെ. എന്താണ് അഹരോന്റെ ജോലി? മോശയുടെ കൈ നിറച്ച് കൊടുത്ത് കൊണ്ടേയിരിക്കുക.
മോശയുടെ ശുശ്രൂഷ തിളക്കമുള്ളതായി മാറാൻ, ശോഭിക്കാൻ വേണ്ടി ഒരു അഹരോനെ ദൈവത്തിന് ആവശ്യമാകുന്നു. മോശയും അഹരോനും കൂടി വെണ്ണീർ, കത്തിത്തീർന്ന ചാരം, സ്വപ്നങ്ങൾ, ആഗ്രഹം വാരിയെടുക്കുന്നു. ആ സമയത്ത് കാണുന്നവർ പരിഹസിച്ചിട്ടുണ്ടാകാം, കാണുന്നവർ ചിരിച്ചിട്ടുണ്ടാകാം, ചാരം കൊണ്ട് എന്ത് നേടാനാണെന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം. അത് നിശ്ചയിക്കേണ്ടത് അത്യുന്നതനായ ദൈവമാണ്. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ പലരുടെയും സ്വപ്നങ്ങൾ, പലരുടെയും ആഗ്രഹങ്ങൾ ചാമ്പലായി വെണ്ണീറായി മാറിയിട്ടുണ്ട്. വാരിയെടുക്കത്തക്ക നിലയിൽ വെണ്ണീറായി മാറിപ്പോയതാണ്. എന്നാൽ അത് വാരിയെടുത്തതിന് ശേഷം മുകളിലേക്ക് വാരി വിതറുക ഇനിയും പ്രവർത്തിക്കേണ്ടത് ദൈവമാണ്. അനേക നാളുകളായിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി പോകാതെ ചാരമായി വെണ്ണീറായി മാറിയിട്ടുള്ള പലരും ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. വെണ്ണീറായി പോയ, ചാരമായി പോയത് വാരിയെടുക്കണം, എന്നിട്ട് ഉയരത്തിലേക്ക് വിതരണം. എന്നിട്ട് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കി മാറ്റേണ്ടത് ദൈവത്തിന്റെ ജോലിയാ. ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ, പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ, നിന്ദിക്കുന്നവർ നിന്ദിക്കട്ടെ. ദൈവം എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് നീ ചെയ്യുക, അനുസരിക്കുക, കേൾക്കുക, വിധേയപ്പെടുക. ദൈവം നിങ്ങളോട് അരുളി ചെയ്തത് വിധേയപ്പെടണം. ദൈവം നിങ്ങളോട് സംസാരിച്ചതിന് അനുസരിക്കണം. ദൈവം മോശയോട് പറയുന്നു, മോശ അത് ആകാശത്തേക്ക് വിതറട്ടെ. മോശ അത് ചെയ്തു. അപ്പോഴാണ് മോശയിലൂടെ അത്ഭുതങ്ങൾ കാണാൻ കഴിഞ്ഞത്. തന്നോട് കൽപ്പിച്ച, അരുളി ചെയ്ത ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വീശി വിതറി. അത് താഴേക്ക് വന്നത് മോശയ്ക്ക് ഏതൊരു അത്ഭുതമായിട്ട് വരണമായിരുന്നോ ആ അത്ഭുതമായി വരികയാണ്. പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ അടുപ്പിൽ ഇന്നലകളിൽ ആളിക്കത്തിയ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കാം. ആ ആളിക്കത്തിയ സ്വപ്നങ്ങൾ ഇപ്പോൾ അത് ചാരമായി മാറി, അത് യാഥാർത്ഥ്യത്തിലേക്ക് വന്നില്ല. ഭാരപ്പെടണ്ട, പ്രയാസപ്പെടണ്ട. വാരിയെടുക്കുക, മുകളിലേക്ക് വാരി വിതറുക. ഒരു തലമുറയെ വേണമെന്ന് പ്രാർത്ഥിക്കുന്നത് ചാരമായി പോയിട്ടുണ്ടാകാം. ഒരു നല്ല വിവാഹം നടക്കണമെന്ന് പ്രാർത്ഥിച്ചിരുന്നത് ചാരമായി പോയിട്ടുണ്ടാകാം. ഒരു വീട് വേണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് ചാരമായി പോയിട്ടുണ്ടാകാം. കടഭാരം മാറണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് ചാരമായി പോയിട്ടുണ്ടാകാം. നല്ല സഭ വേണമെന്ന് സ്വപ്നം കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് ചാരമായി പോയിട്ടുണ്ടാകാം. ഒരു നല്ല വാഹനം, നല്ല നിലയിൽ എത്തണമെന്നുള്ള ആ സ്വപ്നം ചാരമായി പോയിട്ടുണ്ടാകാം. മക്കളെ നല്ല നിലയിൽ പഠിപ്പിക്കണം, ഉയർന്ന ജോലി വേണം, ഇതെല്ലാം ചാരമായി, നിങ്ങളുടെ സ്വപ്നങ്ങൾ ചാരമായി പോയിട്ടുണ്ടാകാം. പറഞ്ഞാട്ടെ, എന്തായിരുന്നു ഇന്നലകളിലെ നിങ്ങളുടെ സ്വപ്നമെന്ന് പറയുന്നത്? എന്നാൽ രാത്രികളിലെ കൂരിരുട്ടിൽ ആ തീജ്വാല കെട്ടുപോയി, തീയും കെട്ടു, ചാരത്തിന്റെ ചൂടും പോയി. അങ്ങനെ നിന്റെ സ്വപ്നം ചാരമായി മാറിപ്പോയില്ലേ? എന്നാൽ ചാരത്തിൽ നിന്നും അത്ഭുതം സൃഷ്ടിക്കുന്ന ദൈവം ഇന്നും നിനക്കായിട്ട് ഉയരത്തിലുണ്ടെന്നുള്ളത് വളരെ പരമാർത്ഥമായ സത്യസന്ധമായ കാര്യമാണ്. ആ ചാരം വാരി വിതറി നിന്നെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എറിയുക. ബാക്കി കാര്യം ദൈവം ചെയ്യും. ആ ചാരത്തിന്റെ കണികളിൽ നിന്ന് ഒരത്ഭുതം സൃഷ്ടിച്ചെടുക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. പ്രിയരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം പ്രവർത്തിക്കും. നിനക്ക് വേണ്ടതായ അത്ഭുതം ഉയർന്നു വരും. നിനക്ക് വേണ്ടതായ നന്മകൾ പൊങ്ങി വരും. ചാരത്തിൽ നിന്ന് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ശാസ്ത്രം കണ്ടുപിടിച്ചു വച്ചിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു മനുഷ്യൻ മരിച്ചു പോയി കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിലെ ഒരു ചെറിയൊരു സെല്ലിൽ നിന്ന് മരിച്ചുപോയ അതേ മനുഷ്യന്റെ സ്വഭാവത്തോടുകൂടെ വേറൊരാളെ
നിർമ്മിക്കാൻ കഴിയും, ഉരുവാക്കിയെടുക്കാൻ കഴിയും. ഇതാ ശാസ്ത്രം കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. ചെറിയൊരു അംശം മതി, ചെറിയൊരു സെല്ലിൽ നിന്ന് മരിച്ചുപോയ അതേ മനുഷ്യന്റെ അതേ സ്വഭാവത്തോടു കൂടിയ, അതേ പൊക്കമുള്ള, അതേ ഘടനയിൽ മറ്റൊരു മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് ശാസ്ത്രം കണ്ടുപിടിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഇല്ലാതായിപ്പോയ, ചാരമായി പോയത് ആ ചെറിയ കണികളിൽ നിന്ന് ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും. പ്രിയ കുടുംബങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും ഒരു ആവശ്യക്കാരിയായിരിക്കാം. എന്താണ് നിങ്ങളുടെ ആവശ്യം? പറഞ്ഞാട്ടെ. നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. നിങ്ങൾ അത് പേപ്പറിനകത്ത് എഴുതി വെക്കണം. നിങ്ങളുടെ ആവശ്യങ്ങൾ ഓരോന്ന് 1 by 1 ആയിട്ട് പേപ്പറിനകത്ത് എഴുതി വെക്കുക. എന്നിട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. വിശ്വാസത്തോടെ ഭാവന കാണാൻ തുടങ്ങുക. ഞാൻ ഒന്നുകൂടി കടന്നു പറയട്ടെ, നിന്നിൽ തന്നെ വിശ്വസിക്കണം. ബിലീവ് ഇൻ യുവർസെൽഫ്. നിന്നിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കും. പലർക്കും അവരവരിൽ തന്നെ ഒരു വിശ്വാസം ഇല്ലാതെ വന്നിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു, നിന്നിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ ശ്രദ്ധിച്ചാട്ടെ. യോസഫിനെ ഇസ്രായേൽ മറ്റു പുത്രന്മാരെക്കാൾ കൂടുതൽ സ്നേഹിച്ചു. നിയന്ത്രിതമായ ഭാവനയുടെ ശക്തിയെ അറിയുന്ന, ആത്മീയമായി ഉണർന്ന മനുഷ്യനാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇതിനെയാണ് അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തിലെ മകനെന്ന് വിളിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ് ഞാൻ ഇനിയും പറയാനായിട്ട് പോകുന്നത്. യോസഫ് ഒരു സ്വപ്നജീവി ആയിരുന്നു. യോസഫ് ഒരു സ്വപ്നക്കാരനായിരുന്നു. സ്വപ്നങ്ങളുടെ സ്വപ്നവിഹാരിയായിരുന്നു യോസഫ് എന്ന് പറയുന്നത്. ഇതർത്ഥമാക്കുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ദർശനം, സങ്കല്പം, ആദർശം എന്നിവ ഉണ്ടെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മനസ്സിലെ ചിത്രങ്ങളോട് പ്രതികരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ശ്രദ്ധിച്ചാട്ടെ, നമ്മൾ മുറുകെ പിടിക്കുന്ന മനസ്സിലെ ചിന്തകൾ നമ്മുടെ വികാരങ്ങളിൽ ക്രമേണ വളരുന്നുണ്ടെന്നറിയുക. നമ്മൾ മനസ്സിൽ എന്താണോ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അത് ക്രമേണ വളർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ യോസഫിന് ഒരു സ്വപ്നമുണ്ടായി. നിങ്ങൾ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സബലീകരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്വപ്നം, ആശയം, പദ്ധതി അല്ലെങ്കിൽ ഒരു ലക്ഷ്യം നിങ്ങൾക്കുണ്ടായിരിക്കണമെന്ന് ഇന്ന് ശക്തമായിട്ട് നിങ്ങളോട് അറിയിക്കുന്നു. നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടായിരിക്കണം, നിങ്ങൾക്കൊരു ആശയം ഉണ്ടായിരിക്കണം, നിങ്ങൾക്കൊരു പദ്ധതി ഉണ്ടായിരിക്കണം. ഒരു വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: നിങ്ങളുടെ പരാജയത്തെ സങ്കല്പിക്കുന്നതിനേക്കാൾ നിങ്ങളെ വിജയമായി ഭാവന ചെയ്യുന്നത് കൂടുതൽ എളുപ്പമാണ്. വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങളുടെ പരാജയത്തെ സങ്കല്പിക്കുന്നതിനേക്കാൾ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പരാജയത്തെ മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്ത് സങ്കല്പിക്കുന്നതിനേക്കാൾ നിങ്ങളെ വിജയിയായി ഭാവന ചെയ്യുന്നത് കൂടുതൽ എളുപ്പമാണ്, പ്രയോജനം ചെയ്യും. നിങ്ങളുടെ മനസ്സിലെ ചിന്തയും വികാരങ്ങൾ, വിശ്വാസങ്ങൾ, അഭിപ്രായങ്ങൾ എന്നീ ഘടകങ്ങളാണ് നിങ്ങളെ വെല്ലുവിളിക്കുന്ന സഹയാത്രികൻ എന്ന് പറയുന്നത്. വീണ്ടും പറയുന്നു, നിങ്ങളുടെ മനസ്സിലെ ചിന്തകളും വികാരങ്ങളും വിശ്വാസങ്ങളും അഭിപ്രായങ്ങൾ എന്നീ ഘടകങ്ങളാണ് നിങ്ങളെ വെല്ലുവിളിക്കുന്ന സഹയാത്രികൻ. ഫോണിലൂടെ അനേക തവണ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ ഒരു കുടുംബം എപ്പോഴും പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്: എനിക്കാരുമില്ല. തുടരെ ഇങ്ങനെ പറഞ്ഞ് ആരുമില്ലാത്ത അവസ്ഥയിലേക്ക് കടന്നു വന്നു. നിങ്ങളുടെ ഉള്ളിലെ ചിന്തകളും വികാരങ്ങളും വിശ്വാസങ്ങളും അഭിപ്രായങ്ങളും നിങ്ങളെ വെല്ലുവിളിക്കുന്ന സഹയാത്രികനായിട്ട് നിങ്ങളുടെ കൂടെ കൂടിയിരിക്കുക. അവൻ നിങ്ങളുടെ സ്വപ്നങ്ങളെ നിസാരമാക്കി കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് കഴിയത്തില്ല, അത് അസാധ്യമാണ്, അത് മറക്കുക എന്ന് പറയുന്നു. എന്നാൽ നിങ്ങളതിന് വശംവദരായി മാറരുത്. യോസഫിന് സ്വപ്നം കൊടുത്തവനായ ദൈവം നിങ്ങൾക്കും ഈ ആളുകളിൽ ദർശനം, സ്വപ്നങ്ങൾ നൽകി തന്നിട്ടുണ്ട്. എന്നാൽ അത് യാഥാർത്ഥ്യത്തിലേക്ക് വരുവാൻ അല്പസമയങ്ങളെടുക്കും.
ആ സമയം അത്രയും വിശ്വാസം പറയണം. വഴി നടത്തുന്ന ദൈവത്തെ പറ്റി പറയണം. അസാധ്യങ്ങൾ സാധ്യമാക്കി തരുന്ന ദൈവത്തെ പറ്റി ചിന്തിക്കണം. യോസഫിന്റെ ദൈവം എൻ്റെ ദൈവമെന്ന് നീയും പറയാൻ തുടങ്ങണം. യോസഫിന്റെ ദൈവം യോസഫിനെ മാനിച്ച പോലെ എന്നെയും മാനിക്കുമെന്ന് പറയണം. എൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്ന് പറയണം. പോസിറ്റീവായിട്ട് മാത്രം പറയണം. ആ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സഹയാത്രികനായി നിങ്ങളുടെ കൂടെ ഇരിക്കും. പിന്നത്തേതിൽ നിങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്ന, നിങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്ന, നിങ്ങൾ സ്വപ്നം കണ്ടു തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് വരുമെന്നറിയുക. നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയ വിഷയം നിങ്ങളുടെ സ്വപ്നങ്ങൾ ചാരമായി പോയിട്ടുണ്ടെങ്കിൽ, അത് ചാമ്പലായി പോയിട്ടുണ്ടെങ്കിൽ, അത് സാരമില്ല, അത് കയ്യിലെടുക്കുക, മുകളിലേക്ക് വിതറുക, അത്യുന്നതനായ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കുക. ആ ചെറിയ കണികകളിൽ നിന്ന്, ചാരമായി പോയ നിങ്ങളുടെ സ്വപ്നത്തിന്റെ ചെറിയ കണികളിൽ നിന്ന് ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും. ആരോടൊക്കെയോ പരിശുദ്ധാത്മ ശക്തമായിട്ട് ദൂതുകൾ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ ദേശത്തിരുന്നു കൊണ്ട് ഒരു കുടുംബം ഇന്റർനെറ്റിനകത്തോടെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം കത്തി ചാമ്പലായി പോയി, നിങ്ങളത് നിമിത്തമായി നിരാശരാണ്. എന്നാൽ അത് വാരിയെടുക്കുക, മുകളിലേക്ക് വിതറുക, എന്നിട്ട് ദൈവത്തിന്റെ കരങ്ങൾ ഏൽപ്പിക്കുക. ആ ചെറിയ കണികളിൽ നിന്ന് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഇന്ന് ശക്തമായിട്ട് ആലോചനയായിട്ട് അറിയിക്കട്ടെ. സൗദി അറേബ്യയുടെ ദേശത്തിരുന്നു കൊണ്ട് ഒരു റൂമിനകത്ത് വളരെ നിരാശയോടുകൂടെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിനോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിന്റെ സ്വപ്നങ്ങൾ ദൈവം യാഥാർത്ഥ്യത്തിലേക്ക് വരുത്താൻ പോകുന്നു. ചാരമായി പോയത് വാരിയെടുക്കുക, ദൈവസനിലേക്ക് എറിഞ്ഞു കൊടുക്കുക. കുവൈറ്റിന്റെ ദേശത്തിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു കുടുംബത്തോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി മാറാൻ പോകുന്നു. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാൻ പോകുകയാണ്. ഒമാന്റെ ദേശത്തിരുന്നു കൊണ്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിന്റെ പ്രാർത്ഥനയ്ക്ക് നീ കണ്ട ദർശനം, ദൈവം നിന്നെ കാണിച്ച ദർശനം, ദൈവം നിനക്ക് തന്ന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി മാറാൻ പോകുകയാണ്. പിശാച് നിന്നെ നോക്കി പലപ്പോഴും വെല്ലുവിളികൾ ഉയർത്തി ഒരിക്കലും യാഥാർത്ഥ്യത്തിലേക്ക് നടക്കത്തില്ലെന്ന് നിന്റെ മനസ്സിനോടും ഹൃദയത്തോടും പിശാച് ഇപ്പോഴും മന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിനക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതത്തെ ചെയ്യാൻ പോകുന്നു. നോർത്ത് ഇന്ത്യയുടെ ഒറീസയുടെ ഭാഗത്തിരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിന്റെ ബിസിനസ് മൊത്തം തകർന്ന് തരിപ്പണമായി പോയതാണ്. എന്നാൽ 2025 ഒരു തളർപ്പിന്റെ അനുഭവം ദൈവത്തിന്റെ ആത്മാവ് നിന്നെ നോക്കി ആലോചനയായിട്ട് അറിയിക്കുന്നു. ഒരു തളർപ്പിന്റെ അനുഭവം ഉണ്ടാകാൻ പോകുന്നു. രോഗിയായിട്ട് കിടക്കയിൽ കിടന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിന്റെ രോഗത്തിന്റെ കാഠിന്യ നിമിത്തമായിട്ട് നിന്റെ ജീവിതം തന്നെ താളം തെറ്റിയിരിക്കുകയാണ്. എന്നാൽ നിന്റെ സ്വപ്നത്തെ യാഥാർത്ഥ്യത്തിലേക്ക് വരുത്താൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ആലോചനയായിട്ട് അറിയിക്കട്ടെ. ഇതാ അവിടുന്ന് വൻ കാര്യങ്ങളെ ചെയ്യാനായിട്ട് പോകുകയാണ്. ചാരമായി പോയത്, ഇല്ലാതായി പോയത്, ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് പിശാച് സീൽ ചെയ്ത് മുദ്ര വച്ചത് ഇന്ന് ആ ചാരത്തിൽ നിന്ന് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ദൈവം എന്ന് പറഞ്ഞ് ഡെഫിനിഷൻ സൃഷ്ടിക്കുന്ന ദൈവം എന്നാണ്. സൃഷ്ടാവാം ദൈവം. ഗോഡ് ഈസ് ക്രിയേറ്റഡ്. അവൻ നമ്മളെ മെനഞ്ഞിരിക്കുന്നു, ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഇന്ന് നിങ്ങളുടെ ചാരമായി പോയ സ്വപ്നത്തെ യാഥാർത്ഥ്യത്തിലേക്ക് ഉരുവാക്കി മാറ്റാൻ, സൃഷ്ടി നടത്താൻ സൃഷ്ടാവാം ദൈവത്തിന്റെ കരങ്ങളിൽ നിങ്ങളുടെ സ്വപ്നം ചാരമായി പോയതിനെ കൊടുക്കുക. അത്ഭുതങ്ങൾ സംഭവിക്കാനായിട്ട് പോകുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ ഏത് ആവശ്യങ്ങളും ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരിക. കൂടാതെ ചാരമായി പോയത്, വെണ്ണീറായി പോയ നിങ്ങളുടെ സ്വപ്നങ്ങൾ ദൈവത്തിന്റെ മുൻപിൽ കൊണ്ടുവരിക. എന്നിട്ട് വാരി വിതറുക. അധികം താമസിക്കാതെ ആ ചാരത്തിൽ നിന്ന് ഒരത്ഭുതം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇലോഹി മിനിസ്ട്രിയുടെ പാസ്റ്റർ എനിക്ക് വേണ്ടിയിട്ട് യൂട്രസിലെ ഫൈബ്രോയിഡിൻ്റെ പ്രോബ്ലത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പാസ്റ്റർ പറഞ്ഞത് പൂർണ്ണമായിട്ടുള്ള ഒരു സൗഖ്യവും ആരോഗ്യവും ബലവും ഒക്കെ ദൈവം തരുമെന്നാണ്.
ഒന്നിനാലും ഭാരപ്പെടണ്ട എന്ന് പറഞ്ഞു. അത് ആ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചപ്പോൾ ഫൈബ്രോയിഡിൻ്റെ ചെറിയ കുരുക്കൾ പോലത്തെ വിഷയമേ ഉള്ളൂ, ഇപ്പം എന്തായാലും സർജറിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു വിഷയത്തിൽ ദൈവം വലിയൊരു വിടുതൽ അയച്ചു. അതിനൊത്തിരി നന്ദി പറയുന്നു. പ്രാർത്ഥിച്ച പാസ്റ്റർക്കുള്ള വിലയേറിയ നന്ദി ദൈവനാമത്തിൽ അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് പാസ്റ്റർ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാൻ പോകുന്നു. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അവസരത്തിൽ ഞങ്ങളുടെ കുടുംബത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി തീരാതെ വണ്ണം ചാരമായി പോയ അനേകരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി മാറട്ടെ. ആരാണ് ഈ ദിവസങ്ങളിൽ ഒരു അത്ഭുതത്തിനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്? നിന്റെ പ്രാർത്ഥനയ്ക്ക് ഈ പുതിയ മാസത്തിൽ, മെയ് മാസത്തിൽ മറുപടി ഉണ്ടായി വരാനായിട്ട് പോകുകയാണ്. ആരെല്ലാമാണ് കടുത്ത നിരാശയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? യേശു കർത്താവിന്റെ നാമത്തിൽ എല്ലാ നിരാശകളും നീങ്ങി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പനിയാൽ ഭാരപ്പെടുന്നവർ യേശു കർത്താവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കുക. കടഭാര നിമിത്തം കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവർ യേശു കർത്താവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ മസ്കറ്റിന്റെ ദേശത്തിരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഇന്നേക്ക് 3 ദിവസത്തിനുള്ളിൽ ഒരു അത്ഭുതകരമായ വാതിൽ തുറക്കപ്പെടാനായിട്ട് പോകുന്നു. അപ്പോൾ തന്നെ കൺപോളകൾക്ക് വീക്കം പോലെ വന്നിട്ട് ബുദ്ധിമുട്ടുന്നവർ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ വളരെ പ്രാർത്ഥനയോടെ പങ്കെടുത്ത ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സഹോദരങ്ങളെ, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ വളരെ പ്രയോജനകരമായി എന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനലിൽ വീണ്ടും കണ്ടുമുട്ടും വരെയും അത്യുന്നതന്റെ ചിറകിൻ മറവിൽ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.